മൊബൈൽ ഫോൺ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ 5 രൂപ. രാത്രി വെളിച്ചമൊരുക്കുന്ന ടോർച്ച് ചാർജ് ചെയ്യാൻ 10 രൂപ. ഏതെങ്കിലും ഒരു ദരിദ്ര രാജ്യത്തെ കഥയൊന്നുമല്ല നമ്മൾ പറയുന്നത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം പൂർത്തിയായെന്ന് നമ്മൾ അവകാശപ്പെടുന്ന, വീമ്പിളക്കുന്ന, അഭിമാനിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ അവസ്ഥയാണ്. 1.5 പതിറ്റാണ്ടിലധികമായി വൈദ്യുതി ഇല്ലാത്ത കുടിലുകളിൽ താമസിക്കുന്ന കൊല്ലം അരിപ്പയിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുക. 15 വർഷമായി. 15 വർഷമായതിൽ എൻ്റെ ഭർത്താവ് 3 വർഷമായി മരിച്ചുപോയി. ക്യാൻസറായിരുന്നു. ഈ സമരഭൂമിയിൽ ഫസ്റ്റ് മരിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ അടക്കം ചെയ്തത് ഈ കമ്പനീൻ്റെ കീഴിലാണ്. ഇത്രയും വർഷമായിട്ടും കരണ്ടോ വെട്ടോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല. സന്ധ്യ ഭയങ്കരതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണിവർ. ഇരുൾ മൂടിയാൽ പിന്നെ അന്ധതയാണ്. ഡീസലിൽ എരിയുന്ന വിളക്കാണ് ഏക വെളിച്ചം. കൊല്ലം അരിപ്പയിലെ ജനങ്ങൾ കഴിഞ്ഞ 15 വർഷമായി വൈദ്യുതി ഇല്ലാതെയാണ് ജീവിതം നയിക്കുന്നത്. വീട്ടിൽ TV ഇല്ല, മിക്സി ഇല്ല, ഫാനില്ല, വൈദ്യുതോപകരണങ്ങൾ ഒന്നുമില്ല. വൈദ്യുതി ഇല്ലാത്ത ഈ കൂരകളിൽ ഇവയുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് അധികാരികൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ കുടിലിൽ അന്തിയുറങ്ങിയാൽ ആ ചോദ്യം പിന്നെ ഉയരില്ല. മൊബൈൽ ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ വൈദ്യുതീകരിച്ച കടയുടെ ഉടമകൾ കനിയണം. മൊബൈൽ ചാർജ് ചെയ്യുന്നത് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കണം. കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ 5 രൂപ കൊടുക്കണം ഒരു മൊബൈൽ ചാർജ് ചെയ്യുന്നതിന്. ലൈറ്റ് ചാർജ് ചെയ്യുന്നതിന് 10 രൂപ കൊടുക്കണം. അങ്ങനെയാണ് നമ്മളിവിടെ വെട്ടം കണ്ട് ജീവിക്കുന്നത്. ഡീസലാണ് നമ്മൾക്ക് വിളക്ക്, അല്ലാതെ മണ്ണെണ്ണ പോലും ഇപ്പം കിട്ടാനില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അരിപ്പ സമരഭൂമിയിലെ 249 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ചു. ആ ഭൂമിക്ക് കരവും മുടുക്കി. അതിനു പിന്നാലെ അടിയന്തരമായി വൈദ്യുതി ലഭിക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. പക്ഷേ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ ആ പ്രതീക്ഷകൾ അസ്തമിച്ചു. ഇവിടത്തൊക്കെ മരം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇച്ചിരി ഇതുണ്ടായിരുന്നു. ഇപ്പം മരം പോയപ്പം പിന്നെ ഒട്ടും പറ്റത്തില്ല. പ്ലാസ്റ്റിക് മൂടിയ ഈ മേൽക്കൂരയ്ക്കടിയിൽ വൈദ്യുതി ഇല്ലാതെ വെന്തുരുകി ജീവിക്കുകയാണ് ഇവരും മനുഷ്യരാണ് എന്നുള്ള പരിഗണനയെങ്കിലും അധികാരികൾ നൽകണം. ക്യാമറമാൻ ഷാനോസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.